അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് 3 അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. ഞങ്ങൾ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി, എന്തൊക്കെ നോമ്പ് അറക്കുമ്പോൾ കഴിച്ചത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഫലൂദ ഉണ്ടാക്കാനാണ് കേട്ടോ ഉമ്മ തുടങ്ങിയത്. അപ്പോൾ ഉമ്മ 1.5 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഫലൂദ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഇതിൻ്റെ റെസിപ്പി വേറെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞങ്ങൾ എന്തൊക്കെ ചേർക്കണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ പാല് തിളക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് സേമിയനൊന്ന് നെയ്യിൽ ഒന്നിങ്ങനെ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി അപ്പുറത്തൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിലേക്ക് കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ അത് സേമിയന് ഒന്നിങ്ങനെ കുഴഞ്ഞു വരുമ്പോൾ നമ്മളത് നിർത്തിയിട്ട് ഒന്ന് ചൂടാറാൻ വെക്കണം. അതിന് ശേഷം നമ്മളത് തണുപ്പിക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ അത് അതിന് ശേഷം ഇവിടെ ടാങ്ക് വെള്ളം കലക്കുകയാണ്. നമ്മുടെ ഫലൂദൻ്റെ മിക്സ് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കത് നിർത്താം. ടാങ്ക് എന്താ ഈ കളർ എന്ന് ആരും കരുതണ്ട കേട്ടോ. ഇത് ലെമണിൻ്റെ ഫ്ലേവറാണ്, അതുകൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ. അങ്ങനെ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇന്ന് ഞങ്ങൾ ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനുള്ള ഉരുളക്കിഴങ്ങ് ഉമ്മ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വെന്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പുറത്തുമ്മ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത എന്താണെന്ന് വെച്ചാൽ എന്നും ഉണ്ടാക്കുന്നത് ഇങ്ങനെ കാണിച്ചു തരണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കൂലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ മറ്റേ ഫലൂദൻ്റെ മിക്സ് ചൂടാറിയിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ ഇതാ ഒന്നും കൂടി നമുക്കൊന്ന് കുറുകി കിട്ടും കേട്ടോ. അത് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. അങ്ങനെ ഇതാ വേവിച്ച ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ പൊളിച്ചു കൊടുക്കുകയാണ്. അപ്പം ഉമ്മ അപ്പുറത്ത് ഉള്ളി അരിയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്നിട്ട് അതിനുള്ള മസാല റെഡിയാക്കുകയാണ്.
എന്നിട്ട് അതിനുള്ള മാവ് റെഡിയാക്കാൻ കേട്ടോ ഉമ്മ. അപ്പോൾ അതിന് അരിപ്പൊടി, മൈദ, അതേപോലെ കടലമാവ്, പിന്നെ അപ്പസോഡ, ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ബോണ്ട ഉണ്ടാക്കണൊക്കെ. ഇത് പിന്നെ ഒരു തട്ടിക്കൂട്ട് ബോണ്ടയാണ് കേട്ടോ. അപ്പോൾ അത് പൊരിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ പല രീതിയിലൊക്കെയാണ്, പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഉമ്മ അതാ ഫ്രൂട്ട്സ് സലാഡിനുള്ള ആപ്പിളും മാങ്ങയൊക്കെ മുറിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കസ്കസ്, മുന്തിരി, അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ളതൊക്കെ കൊടുന്ന് ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ ബാങ്ക് കൊടുക്കാൻ ടൈം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം മേശമ്മ കൊടുന്ന് വെക്കുകയാണ്. അതിന് ശേഷമാണ് കേട്ടോ ഉമ്മ ഫലൂദയൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഉമ്മ ഫലൂദ സെറ്റ് ചെയ്യാണ്. ഇതൊക്കെ ഞങ്ങളെ കടയിൽ നിന്നാണ് കേട്ടോ. അതായത് പെപ്സി, അതേപോലെ ഐസ്ക്രീം. ഉപ്പാക്ക് കട ഉണ്ട്, അപ്പോൾ കടയിൽ ഐസ്ക്രീമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഉപ്പ കൊടുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ എല്ലാവരും നോമ്പറന്നു കേട്ടോ. പിന്നെ ചായ കുടിച്ചതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് ചിക്കൻ കറിയും പൊറാട്ടയായിരുന്നു. അതേം വീഡിയോ എടുത്തിട്ടില്ല. ഒന്നാമത് ഞാൻ ഒരുപാട് ബോണ്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുഴങ്ങി കിടക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മൾ അന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.